UDF അധികാരത്തിലെത്തിയാൽ പാർട്ടി നടപടിക്രമം പാലിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് കെ.സി. വേണുഗോപാൽ. എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള രീതി കേരളത്തിലും അവലംബിക്കും. മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെക്കുന്ന ആളല്ല താനെന്നും കെ.സി. വേണുഗോപാൽ മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ് യാത്രയിൽ പറഞ്ഞു. 24 മണിക്കൂറും ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കിട്ടാതെ പോകുന്നവർ, പക്ഷേ ഒരു വാക്ക് പാർട്ടി നേതൃത്വം പറയുമ്പോൾ അത് മനസ്സിലാക്കി പിൻവലിച്ച് വിഷമങ്ങളെല്ലാം മനസ്സിലൊതുക്കിയിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കുന്നവർ, അവരെ ചേർത്ത് നിർത്തുക. ഇതാണ് എൻ്റെ സന്തോഷം. ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല, അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ എന്ന് ഞാൻ ക്ലിയറായിട്ട് നിങ്ങളോട് മാതൃഭൂമി ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഇന്നും നമ്മൾ അല്പം മുൻപ് കെ.സിയുടെ മറ്റൊരിടത്ത് നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ ഭാഗത്തിൽ നിന്നും ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും ചർച്ച ചെയ്ത് തൊട്ടു പിന്നാലെയാണ് മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ് യാത്രയിൽ ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കി കഴിയുന്നത്. കുറച്ചുകൂടി കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് തന്നെ കെ.സി ആ കാര്യം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഇനി അതായത് അധികാരത്തിന്റെ ഒരു അജണ്ടയുമില്ല എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് കെ.സി പറയുന്നതിലൂടെ. പക്ഷേ അവിടെയും ഈ ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമോ എന്ന് കുറെ പേർ അഭിപ്രായം പറഞ്ഞല്ലോ എന്നുള്ളത് കെ.സി അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രതികരണം പക്ഷെ ആ തരത്തിലുമല്ല. വിവരങ്ങൾ തീർച്ചയായിട്ടും. അതായത് കെ.സി. വേണുഗോപാൽ എന്തായാലും 10 വർഷത്തെ ഒരു തുടർ ഭരണത്തിന് അറുതി ഉണ്ടാകണം, അതിന് പാർട്ടി പ്രവർത്തകർ എല്ലാവരും കൂട്ടായി നിൽക്കണം എന്ന ഒരു ആശയം മുന്നിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രി കസേര തൻ്റെ അജണ്ടയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടിക്ക് ഒരു നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം മറ്റ് സംസ്ഥാനങ്ങളിൽ അടക്കം സ്വീകരിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ കേരളത്തിലും സ്വീകരിക്കപ്പെടും. പക്ഷേ ഈ മുഖ്യമന്ത്രി ആര് എന്ന് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ കെ. സുധാകരനും P.J. കുര്യനും അടക്കം അവകാശമുണ്ട് എന്നുകൂടി കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസിൻ്റെ ഇലക്ഷൻ ബസ്സിലാണ് അദ്ദേഹം തൻ്റെ നിലപാട് വളരെ വ്യക്തമായി ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചല്ല ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും താൻ പോകും, 100-ലധികം സീറ്റ് കൊണ്ടുവരും എന്നതുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പങ്കുവെക്കുന്നുണ്ട്. വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ വനവാസമൊക്കെ വലിയ രീതിയിൽ പ്രതിപക്ഷം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ട്രോളുകളായൊക്കെ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വൈകാരികമായി പറഞ്ഞതാണ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോവുകയില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം എന്നുകൂടി കെ.സി. വേണുഗോപാൽ പങ്കുവെക്കുന്നുണ്ട്.